പാലക്കാടിൻ്റെ ഒറ്റപ്പാലത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കുനിപ്പാറയിലാണ് പ്രേംകുമാറിന് സ്വീകരണം. വളരെ സ്നേഹപൂർവ്വമായ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ ഒരു നന്മകളുള്ള ഒരു കേന്ദ്രം. ഭയങ്കര രസകരമായ സ്വീകരണമായിരുന്നു. പ്രേമൻ്റെ ഒരു സ്വീകരണത്തിൽ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ സാധാരണ ഈ ഷാളും ഒക്കെ അണിയിക്കുന്ന റിബണൊക്കെ അണിക്കുന്നവരും പ്രേമൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട, അതിന് പകരം പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ അത് തന്നാൽ അത് പിന്നീട് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ നൽകാനുള്ളൊരു വളരെ ഹൃദ്യമായ ഒരു പദ്ധതി കൂടി പ്രേമൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒറ്റപ്പാലം താങ്കളെ വീണ്ടും വരവേൽക്കുന്നത്? നമ്മൾ ഒന്നാം ഘട്ട ജനസമ്പർക്കം മൈക്കും ഇത്തരം നിശ്ചയിച്ച കേന്ദ്രങ്ങളൊന്നും അല്ലാതെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഒരു ദിവസം എന്ന മട്ടിൽ നമ്മൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്. ജനസമ്പർക്കം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം. ഇന്നത്തോടെ സ്ഥാനാർത്ഥി പര്യടനവും പൂർത്തിയാവുകയാണ്. സ്ഥാനാർത്ഥി പര്യടനത്തിൽ നല്ല പങ്കാളിത്തവും ആവേശകരമായ പ്രതികരണവുമാണുള്ളത്. 28-ാം തീയതി 2 ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലാണ്. ഇത് കടമ്പഴിപ്പുറം പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിലാണ്. അദ്ദേഹം പങ്കെടുത്ത പൊതുയോഗം കൂടെ നടന്നതോടെ കൂടുതൽ ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുണ്ട്. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നല്ല അംഗീകാരമാണ് നൽകുന്നത്. ഈ ഒറ്റപ്പാലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ? നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതും അത് പൂർത്തീകരിക്കാനും പുതിയവ ആരംഭിക്കാനും നമുക്കായി. കായിക മേഖലയിൽ നമുക്ക് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും കളിക്കളം എന്നത് 4 കളിക്കളങ്ങൾ, ആകെ 8 തദ്ദേശഭരണ സ്ഥാപനമാണുള്ളത്. 4 കളിക്കളങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ബാക്കി 3 പണി നടക്കുന്നു. ഒരെണ്ണം ഉടനെ നമുക്ക് പണി ആരംഭിക്കാനാകും. സ്ഥലമുള്ള എല്ലാ വായനശാലകൾക്കും നമ്മൾ കെട്ടിടം അനുവദിച്ചു. MLA ഫണ്ടിൽ നിന്ന് സ്ഥലമുള്ള എല്ലാ ക്ഷീരസംഘങ്ങൾക്കും നമ്മൾ കെട്ടിടം അനുവദിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിക്ക് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ലൈബ്രറി ബുക്കുകൾ നൽകി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിക്ക് MLA ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ നമ്മൾ വിതരണം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മണ്ഡലത്തിൽ സ്വീകരിച്ചത്. നല്ല സ്വീകാര്യതയാണ് നമുക്ക് സ്വാഭാവികമായും ഈ കാര്യങ്ങൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ UDF സ്ഥാനാർത്ഥി CPIM-ൻ്റെ പഴയ നേതാവാണ്. അദ്ദേഹത്തെ പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. ആ ഒരു മത്സരം എങ്ങനെയാണ് ഇവിടെ ബാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കുന്നവരാണ്. ഇടതുപക്ഷത്തെ വഞ്ചിച്ചവർക്ക്, നാടിനെ ഒറ്റിയവർക്ക്, പ്രസ്ഥാനത്തെ ഒറ്റിയവർക്ക് സ്ഥാനമില്ല എന്ന് ഒറ്റപ്പാലത്തിൻ്റെ മണ്ണ് തെളിയിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണുള്ളത്. അമിത ആത്മവിശ്വാസമോ അഹങ്കാരമോ അല്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് എത്താവുന്ന നല്ല നിലയിലുള്ള പരിഗണനയെല്ലാം കൊടുത്തിട്ടും പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ഉടനെ പോയവർക്കൊന്നും ഈ നാട് മാപ്പ് കൊടുക്കില്ല എന്ന റിസൾട്ടായിരിക്കും മെയ് മാസം 4-ാം തീയതി വരിക. അതുപോലെ ഈ പഠനോപകരണങ്ങൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനെ കുറിച്ച് ചുരുക്കവാക്കുകൾ. ഓക്കെ, ഞാനിപ്പം പറഞ്ഞല്ലോ, നമുക്ക് ഒരു ദിവസം 100 കണക്കിന് ഷാളുകളും മാലകളും 100 കണക്കിന് റിബണുകളൊക്കെ കിട്ടുമ്പോൾ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറുകയാണ് വലിയൊരു പങ്കും. പഠനോപകരണങ്ങളായിട്ട് തന്നാൽ ഒരു പക്ഷേ നമുക്ക് വിദ്യാലയങ്ങളിൽ, പിറകിൽ നിൽക്കുന്ന വിദ്യാലയങ്ങൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ, അവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. നല്ലൊരു മാതൃകയുമാവും എന്നുള്ളത് കൊണ്ടാണ് ഇത് സ്വീകരിച്ചത്. നല്ല പ്രതികരണമാണ് അതിന് ലഭിക്കുന്നത്. നാട് നല്ല നിലയിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, നമ്മുടെയൊക്കെ പഴയകാല SFI DYFI കാലത്തെ കൊണ്ടുപോയ ഒരു പാട്ട് പ്രേമം പാടിയത്. ആ 2 വരെയും ഇവർക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടി. അത് പാട്ടും പറച്ചിലും എന്ന പരിപാടി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ചതായിരുന്നു. നമ്മൾ DYFIയിലൂടെയൊക്കെ വന്നതായതുകൊണ്ട് 100 പൂക്കളെ എന്ന പാട്ടാണ് പാടിയത്. ഒന്നുകൂടി പാടണോ? 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ഇവിടെ നമ്മൾ തോൽക്കുകില്ല നിശ്ചയം. ഇവിടെ നമ്മൾ ശത്രുവിന്റെ അടി തകർത്തെറിഞ്ഞിടും. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. അപ്പോൾ പ്രേമൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ അങ്ങനെ ഒറ്റപ്പാലത്തിൻ്റെ പ്രിയപ്പെട്ട സാരഥി പ്രേംകുമാറാണ് ഇവിടെ കുട്ടികളുമായും മുതിർന്നവരായൊക്കെ സംബന്ധിച്ചും പാട്ടുപാടിക്കൊണ്ടും പഠനോപകരണങ്ങൾ വാങ്ങിക്കൊണ്ടുമൊക്കെ വളരെ സജീവമായി പ്രചാരണ രംഗത്തുള്ളത്. ഒറ്റപ്പാലത്തു നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV കുട്ടൻ.